ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ വടകരയിലേക്ക് വന്ന ലക്ഷ്യത്തെ ഇതാ കണ്ടു. സോറി, ഞാൻ വടകരയിലായി പോയി. കോഴിക്കോട്. ചേച്ചി നോക്ക്, ഇതിനെ കാണാനാണ് വന്നത്. ഇനി ഒരാളെയും കൂടി ഉണ്ട്, അതിനെ ആ റോട്ടിന് കിട്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ ചങ്ങായി വരാൻ സമയമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഈ വഴി നടക്കാമെന്ന് ഓർത്തു. ഇത് ഏതാണ് ഈ വഴി എന്ന് നിങ്ങൾ കമൻറ്റ് കേട്ടോ, പരിചയമുള്ള ഒരു കമൻറ്റ്. അപ്പോൾ ഒരു ക്യാമ്പസ് ആണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് ഏതാണ് എന്ന് പറയാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്കാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇല്ലാത്തപ്പോഴത്തേക്ക് അവൾ വിളിച്ച് ചോദിച്ചു നിങ്ങളെവിടെ. അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുത്തെ ബായി പറഞ്ഞിറങ്ങി. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാമായി ഞങ്ങളുടെ നിഹയെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവളെ കണ്ടപ്പോഴത്തേക്ക് ഫോട്ടോ എന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെല്ലപ്പേരിട്ട് ഐസീച്ച് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ബിരിയാണി കഴിച്ച് നേരെ വന്ന് ഞങ്ങളുടെ അതർവയിൽ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണോ അവനെ ഓർത്തതെന്ന് നിങ്ങൾ ചോദിക്കരുത്. ആ ചോദ്യം നിരോധിച്ചിരിക്കുന്നത്, അതിനിവിടെ പ്രസക്തിയില്ല. അങ്ങനെ ഞങ്ങൾ അവനെ കാത്തിരിക്കുകയാണ്. എന്താണ് അവൻ വരാത്തത്? അതാ സുഹൃത്തുക്കളെ, അവൻ കടന്നു വന്നിരിക്കുകയാണ്. അജാസ് ഷാജൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അജു. കണ്ട വന്നപ്പോഴേ കൈ കൊടുത്ത് മെയിനാവെന്ന് കണ്ടു. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാൻ സമയമായി കേട്ടോ. അപ്പം ഞാൻ എന്നോടൊരു ബായ് തരാൻ വേണ്ടി കെഞ്ചുവാണ് കേട്ടോ. കെഞ്ചുന്നുണ്ട്, തരുന്നില്ല. പാവട്ടോ. അങ്ങനെ അജുവിനെ വെറുപ്പിച്ചതിന് ശേഷം നിഹേനും കയറ്റി വിട്ട് ഞാനും എൻ്റെ അയർ ചേച്ചിയും കൂടി ഗോകുലം മാളിലോട്ട് കറങ്ങാനായിട്ട് വന്നു. ഈ കുട്ടിപ്പിശാചിനെ കണ്ടപ്പോൾ മനസ്സിലായേ, അന്ന് ഹാലോവിൻ്റെ സമയത്തെടുത്ത വീഡിയോ ആണിത്. പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവിടുന്ന് മാംഗോ പാർക്കിലോട്ട് പോയി. പക്ഷെ ഞങ്ങളുടെ അൺലക്കി ഡേ എന്ന് പറയട്ടെ, അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ സങ്കടം തീർക്കാനായിട്ട് ഞങ്ങൾ ഒരു അടുത്തുള്ള കടയിൽ കയറി. അവിടുന്ന് കുറച്ച് ദൂരട്ടോ, അടുത്തല്ല കുറച്ച് ദൂരമുള്ള കടയിൽ കയറി നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ആ വിഷമം അങ്ങോട്ട് തീർത്തു. അതിനുശേഷം ഞങ്ങളുടെ മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പാർട്ട്മെൻറ്റിൽ പോയി മാഡത്തിനെ കണ്ടു. അവിടെ നല്ല ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുട്ടിയപ്പോഴത്തേക്കും ചേച്ചിക്ക് പേടിയായി. എന്നെ അടുത്ത ബസ് കയറ്റി പാർസലാക്കി ചേച്ചി എന്നെ തിരിച്ചു വിട്ടു ഗൈസ്. അപ്പം ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. ബൈ.